ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. കൂടെ അല്ലുട്ടനുണ്ട് കേട്ടോ. പെരിന്തൽമണ്ണ ഏട്ടൻ ഉണ്ടാവും. ഏട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോഴേക്കും ഏട്ടനും ഇറങ്ങും കേട്ടോ. അതുവരെ ബസ് ഇപ്പോൾ ഒരു ടാസ്ക് ആണ്, കുറച്ച് ലോങ് ആണല്ലോ. ഇവനും വെച്ചായതുകൊണ്ട് പ്രത്യേകിച്ചും ആദ്യമൊക്കെ തുടക്കത്തിൽ ബസ് ഡ്രൈവർ അടുത്ത് എൻ്റെ സീറ്റിൽ മുന്നിലിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് ചാടിയിട്ടോ, ഉറക്കം വന്നിട്ട്. പിന്നെ അവൻ ഈ ബാഗും ഒക്കെ പാടെ ഞാനിങ്ങനെ പിടിച്ചിട്ടോ. പകുതി സാധനങ്ങൾ ഏട്ടൻ വണ്ടിയിൽ രാവിലെ കൊണ്ടുപോയിരുന്നു കേട്ടോ. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അവന് സ്കൂളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടിട്ട് എൻ്റെ ക്ലിനിക്ക് കേട്ടോ അവൻ വന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ, നേരെ ബസ് കയറി അങ്ങോട്ട് പോകുന്നു. നോമ്പ് തുറക്കാനുള്ള സമയം ആയതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ ഇവർക്കുള്ള ഫുഡ് ബസ്സിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ, നോമ്പ് തുറക്കുന്നവർക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ഭാഗ്യത്തിന് അപ്പം തന്നെ ഏട്ടൻ വന്നുകൊണ്ട് അധികം നേരം അല്ലുട്ടനെ അവിടെ പിടിച്ച് നിർത്തേണ്ടി വന്നു. സ്കൂൾ വിട്ട് നേരെ പോകുന്നതുകൊണ്ട് തന്നെ അവന് നല്ല വിശപ്പുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ ഞങ്ങളൊരു വെജിറ്റേറിയൻ കടയിൽ കയറിയിട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ അല്ലുട്ടനൊരു മസാല ദോശ, ഞങ്ങൾ രണ്ടുപേരും സാധാ ദോശയായിട്ട് വാങ്ങി കഴിച്ചത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നമ്മൾ പഴയ കാലം ഒരു മിഠായി കിട്ടി. അപ്പോൾ ഏട്ടനെ അത് എങ്ങനെ കറക്കണ്ടെന്നൊക്കെ കാട്ടി കൊടുക്കട്ടെ അല്ലുട്ടനെ. അവരെന്നിട്ട് കുറേ ശ്രമിച്ചു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ ആകെ ലേറ്റും ബഹളാക്കട്ടോ. വേറെ ഒന്നുമല്ല, നാളെ ഇവിടുത്തെ നാട്ടിലത്തെ പൂരാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂര വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ ബൈ, സീ യു.